വാഹനത്തിലുണ്ടായ 13 പേരിൽ 8 പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അപകടമുണ്ടായ 13-ാം ഹെയർപിൻ വളവിൽ നിന്ന് ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലപ്പുറം പാങ്ങ് ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും യാത്ര ചെയ്യുന്നതിനിടയിൽ അപകടം പതിയിരുന്നെത്തിയ അപകട സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. പൊള്ളാച്ചി വാൽപ്പാറ സംസ്ഥാന പാതയുടെ ഭാഗമായിട്ടുള്ള 40 ഹെയർപിൻ വളവുകൾ അടങ്ങിയ അന്തർ സംസ്ഥാന പാതയിലെ 13-ാം നമ്പർ വളവിലാണ് ഈ അപകടം നടന്നത്. അവിടെ നിന്നും വാഹനം നിയന്ത്രണം നഷ്ടമായി താഴേക്ക് 800 അടി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. ഈ വളവ് തിരിഞ്ഞു വരുന്നതിനിടെ വാഹനം താഴേക്ക് പതിക്കുന്നു എന്നുള്ളതാണ് ഈ അപകടത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്നും ഈ സംഭവ സ്ഥലത്ത് നമ്മൾ നടത്തിയ ഒരു പ്രാഥമിക പരിശോധനയിലും അന്വേഷണത്തിലും മറ്റും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്കാണ് നിയന്ത്രണം തെറ്റി വാഹനം ഇവിടേക്ക് നിയന്ത്രണം തെറ്റി താഴേക്ക് പതിക്കുന്നത്. ഇവിടെ ഈ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള മതിൽക്കെട്ടുകളൊക്കെ തകർത്തുകൊണ്ട് വാഹനം ഈ കാണുന്ന പാറയിടിയിലേക്ക് പതിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 800 അടിയോളം ഉയരമാണ് തൊട്ട് താഴത്തെ ഹെയർപിൻ വളവ് 9-ാം നമ്പർ ഹെയർപിൻ വളവിൻ്റെ ഈ ഭാഗത്ത് ഉള്ളത് എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ആ വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പൂർണ്ണമായും തകർന്നു കിടക്കുന്ന വാഹനം ഈ താഴേക്ക് നിലം പതിച്ച സ്ഥലത്ത് നിന്നും പോലീസും മോട്ടോർ വാഹന വകുപ്പും മറ്റും അവിടെ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ നീക്കിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അപകടത്തിൽപ്പെട്ട 8 പേരും തൽക്ഷണം തന്നെ അവിടെ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. ശേഷിക്കുന്ന ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റി. ആശ്വാസമായി ഉള്ളത് 12 വയസ്സുകാരിയായ കുട്ടിയെ ഭേദപ്പെട്ട അല്ലെങ്കിൽ ആരോഗ്യ അവസ്ഥ മെച്ചപ്പെട്ട് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ശേഷിക്കുന്ന ആളുകളെല്ലാവരും ഗുരുതരമായ അവസ്ഥയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അവരുടെ കാര്യത്തിലും ആശങ്കകൾ ഒരുപാടുണ്ട്. ഏതായാലും ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും നടുക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണിക്കാൻ കഴിയുന്നത്. ഈ പരിശോധനകൾ പൂർത്തിയായാൽ മാത്രമേ ഇത്തരത്തിൽ നിരന്തരമായി അപകടങ്ങൾ നടക്കുന്ന ഈ മേഖലയെ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഇനി നമുക്ക് കാണാനുള്ളത് തൊട്ട് താഴെ ഈ അപകട സ്ഥലത്ത് ഈ തകർന്നു കിടക്കുന്ന വാഹനത്തിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങളാണ്. അതുകൂടി നമുക്ക് കാണേണ്ടതുണ്ട്. അപകടം നടന്ന 13-ാം നമ്പർ ഹെയർപിൻ വളവിൽ നിന്നും 12-ഉം 11-ഉം ഹെയർപിൻ വളവുകൾ പിന്നിട്ട് എത്തുമ്പോൾ 10, 9 ഹെയർപിൻ വളവുകളുടെ ഇടയിലുള്ള ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആ കാണുന്ന ഉയരത്തിൽ നിന്നുമാണ് താഴേക്ക് വാഹനം പതിക്കുന്നത്. ഏകദേശം 800 അടിയോളം ഉയരത്തിലാണ് ഈ വാഹനം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ നിലം പതിച്ചത്. ദൃശ്യം കാണുമ്പോൾ തന്നെ ഈ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. വാഹനം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വാഹനത്തിൻ്റെതായിട്ടുള്ള ആ തകർച്ചയുടെ ആഘാതം എത്രമാത്രം വലുതാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായും ഈ താഴേക്ക് പതിച്ചതോടുകൂടി തന്നെ നിലംപരിശായതോടുകൂടി തന്നെ തകർന്ന് നാമവിശേഷമായ നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ കിടക്കുന്ന സ്ഥലത്തല്ല വാഹനം ഉണ്ടായിരുന്നത്. അതല്ലെങ്കിൽ അപകടം സംഭവിച്ച് താഴേക്ക് പതിച്ചത് അത് ഒരു 200 മീറ്റർ മുന്നിലായിരുന്നു. പക്ഷേ അവിടെ താരതമ്യേന വീതി കുറഞ്ഞൊരു ഭാഗമായതുകൊണ്ട് തന്നെ ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന് ശേഷം MVDയും പോലീസും ചേർന്ന് ഈ വാഹനം ഇവിടേക്ക് എത്തിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ കുട്ടിയുടേതായിട്ടുള്ള കളിപ്പാവ ആ വാഹനത്തിൽ നമുക്ക് ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ ഈ വാഹനത്തിൻ്റെതായിട്ടുള്ള അവസ്ഥ ഈ നിലയിൽ തകർച്ചയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതും നമുക്ക് കാട്ടിത്തരേണ്ടതുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്ന നമ്മുടെ സഹപ്രവർത്തകരായ മാധ്യമപ്രവർത്തകർ കൂടി നിൽക്കുന്ന ആ ഭാഗത്തേക്കാണ് വാഹനം പതിച്ചിട്ടുള്ളത്. ഇതിന് തൊട്ട് താഴെയും ഈ പറയുന്ന പോലെ തന്നെയുള്ള അപകടകരമായിട്ടുള്ള സാഹചര്യമാണുള്ളത്. ഉയരം ഏറിയ കൊക്കകളാണ് ഉള്ളത്. അതേ ചുറ്റിപ്പറ്റിയാണ് ഇത്തരത്തിൽ ഈ ഹെയർപിൻ വളവുകൾ വരുന്നത് എന്നുള്ള കാര്യം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു താഴ്ചയിലേക്ക് വാഹനം പതിക്കുമ്പോൾ അവിടെ നിന്നും തെന്നി ഇറങ്ങി അത് വാഹനം കടന്നു വന്ന വഴിയാണിത്. പാറയിടുക്കിലൂടെ മറ്റും നിയന്ത്രണം നഷ്ടമായി ഒരു ടെമ്പോ ട്രാവലർ പൂർണ്ണമായും നിലം പതിച്ച ഏരിയ ആണ് ഇത്. ഇവിടെ നമുക്കിപ്പോഴും കാണാം ആളുകളുടെ ചെരുപ്പുകളുണ്ട്, മുടി ചീകുന്ന ചീപ്പ് ഉണ്ട്, വണ്ടിയുടേതായിട്ടുള്ള ശേഷിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്, പാത്രങ്ങളുണ്ട്, ഭക്ഷണമടക്കം കഴിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളുണ്ട്.
ലഘുഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും മറ്റും ഉണ്ട്. ഈ ഒരു അപകടം നടന്ന സമയത്ത് മറ്റൊരു വാഹനത്തിന് മുകളിൽ പതിക്കാതിരിക്കുകയോ മറ്റൊരു ജീവൻ പൊലിയാതിരിക്കുകയോ ചെയ്തത് തന്നെ വലിയ കാര്യമായി തന്നെയാണ് നമുക്ക് കരുതാനാവുക. അത്തരത്തിലെ സാഹചര്യത്തിൽ നിലവിൽ ഈ അപകടം നമ്മളെല്ലാം ദുഃഖിപ്പിക്കുന്നതാണെങ്കിലും ദുരന്തത്തിൻ്റെ വ്യാപ്തി കണക്കാക്കുമ്പോൾ ഈ 9 പേരിൽ അവസാനിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ നിലയിൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ദുരന്തത്തിൻ്റെതായിട്ടുള്ള സാഹചര്യം മനസ്സിലാക്കാൻ കഴിയും. ഈ പറയുന്ന 13-ാം നമ്പർ ഹെയർപിൻ വളവിൽ നിന്നും 9-ാം നമ്പർ ഹെയർപിൻ വളവിലേക്ക് ഈ വാഹനം എത്ര 800 അടി താഴ്ചയിലേക്ക് നിലം പതിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടേതായിട്ടുള്ള ദൃശ്യങ്ങളുടെ മറ്റൊരു ഭാഗം കൂടിയാണ് നമുക്ക് കാട്ടിത്തരാൻ കഴിയുന്നത്. ഏതായാലും ഈ ദുരന്തത്തെ അതിജീവിക്കാൻ ഈ രക്ഷപ്പെട്ട ആളുകൾക്ക് കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ആ ആളുകളെ പരമാവധി ചികിത്സ നൽകി അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ നൽകി അവർക്ക് വേണ്ട സംവിധാനങ്ങളെല്ലാം നൽകാൻ 2 സർക്കാരുകളും 2 സംവിധാനങ്ങളുമാണ് ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അവർ മണിക്കൂറുകൾ നീണ്ട പ്രവർത്തനത്തിന് ഫലം കാണും. തുടർ നടപടികൾ വേഗത്തിലാക്കി സർക്കാർ സംവിധാനങ്ങൾക്ക് അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ അപകട സ്ഥലത്ത് നിന്നുമാണ് നമ്മൾ ഈ വിവരങ്ങൾ വിവരിച്ചത്. നമ്മളോടൊപ്പം ക്യാമറമാൻ രാഹുൽ സുദേവ് ഉണ്ടായിരുന്നു. രാഹുലാണ് ഈ അപകടത്തിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങൾ കാണിച്ചത്. ഏതായാലും പൊള്ളാച്ചി വാൽപ്പാറ സംസ്ഥാന പാതയിൽ ഇന്നലെ നടന്ന അപകടത്തിൻ്റെതായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഇവിടെ നിന്നും സ്ഥലത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നു. വാൽപ്പാറയിൽ നിന്നും ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം.